നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, നാളെ പരിശുദ്ധ റമദാൻ കേരളത്തിൽ തുടങ്ങുകയാണ്. അതിനോട് മുന്നോടിയായിട്ട് റമദാനെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും രണ്ട് വാക്ക്. ഇത് ശാസ്ത്രീയമായിട്ടുള്ളതാണ്, ഭൗതികമായിട്ടുള്ളതാണ്. ആത്മീയമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് അത് തന്നെ തുറന്നു പോവുക. അതിന് മുൻപായിട്ട് ഈ കാന്തപുരത്ത് ഉസ്താദ് ഡൽഹിയിൽ ചെന്ന് മോഡിജിയായിട്ട് സംസാരിച്ചു, ധാരണ കുറച്ചു, മുസ്ലിം പ്രശ്നത്തിലല്ല എന്നൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ സൂചന കൊടുക്കും. ഇന്നിപ്പോൾ അജ്മീരിൽ ഒരു പള്ളിയിലെ ഇമാമിനെ തല്ലിക്കൊന്നു. മഹാരാഷ്ട്രയിൽ മുസ്ലിങ്ങൾക്കുള്ള നിസ്സാര റിസർവേഷൻ എടുത്തു കളഞ്ഞു. ഇങ്ങനെ ഒരു നിലക്കും മുസ്ലിം സമുദായത്തെ മുസ്ലിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് മാത്രമല്ല, അവരുടെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായിട്ടും എല്ലാ നിലയും തകർക്കുക, അങ്ങനെ ഒന്നിനും കൊള്ളാത്ത കോളാമ്പി തൂക്കി ഓടുപോലെയാക്കുക എന്നുള്ള ലക്ഷ്യങ്ങളായിട്ട് പോകുന്ന RSSഉം സംഘപരിവാറും. അവരെല്ലാം വ്യക്തിപരമായിട്ട് നോക്കി നല്ല മനുഷ്യരാണ്. സംഘപരിവാറൊക്കെ വ്യക്തിപരമായിട്ട് നോക്കി ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ഒരു സമൂഹം മൊത്തത്തിൽ വരുമ്പോൾ അവർ പോലും അറിയാതെ പ്രതികരിച്ച് വൃത്തിയിടുകയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന് എന്തുകൊണ്ടാണ് കാന്തപുരത്തെ പോലുള്ള ഒരു വയോവൃദ്ധൻ, അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കേണ്ട മനുഷ്യൻ, ഭൗതിക സുഖസൗകര്യത്തിന് വേണ്ടി കേന്ദ്ര മന്ത്രിസഭയെയും മോഡിജിയെയും പിന്താങ്ങി പറഞ്ഞത് തികച്ചും ഭയത്തുകൊണ്ടാണ്. ഒരു സിനിമാ നടിയോട് ചോദിച്ചില്ലേ, പിന്നെ രാഹുലിൻ്റെയും മോഡിജിയുടെയും പടം കാണിച്ചത് നിങ്ങൾ ആരും ഇഷ്ടപ്പെടും? ഞാൻ മോഡിജി ഇഷ്ടപ്പെടുന്നു. എന്താ കാരണം? ഇനി കുറച്ച് കാലം ഇന്ത്യയിൽ ജീവിക്കണമെന്ന് എത്ര ആത്മാർത്ഥത പറഞ്ഞത്. അതുപോലെ ഈ 90 വയസ്സുകാരൊക്കെ തിഹാർ ജയിലിൽ പോയി കിടക്കാന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല. വെള്ളപ്പള്ളിക്കൊക്കെ ചെയ്യുന്നതാണ്. അവന് ആത്മാർത്ഥം ഉണ്ടായിട്ടില്ല. അവരുടെ ആ അനധികൃതമായി സമ്പാദിച്ച സമ്പത്തും പദവിയും നിലനിർത്താൻ വേണ്ടി ഭരിക്കുന്ന ഗവൺമെന്റിനെ സ്വാധീനിക്കുക എന്നതിൽ യാതൊരു ലക്ഷ്യമില്ല. തികച്ചും നീചരാണ് ഈ പറഞ്ഞ ആൾക്കാർ. ഈ വെള്ളാപ്പള്ളി ഇതൊക്കെ പാവപ്പെട്ടവൻ്റെയോ സമുദായത്തിൻ്റെയോ യാതൊരു നേട്ടമില്ല. അവരുടെ ലാഭം മാത്രം, അവരുടെ നേട്ടം മാത്രം. എല്ലാ നിലക്കും മോശമായ രീതിയിൽ പ്രവർത്തിച്ചുണ്ടാക്കുന്നതാണ് ഈ കാന്തപുരി ഗ്രൂപ്പൊക്കെ. വളരെ മോശമായിട്ട് പണം ഉണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ് യാതൊരു ആത്മാർത്ഥം. ഒരിക്കൽ കാന്തപുരി നമ്മൾ താക്കീത് കൊടുത്തിരുന്നു. അള്ളാഹുവാണ് സത്യം. ഇല്ലാത്ത വാചകം പറഞ്ഞ് പ്രവാചകന്റെ മുടി കഴുകി വിറ്റ് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കോടികളുണ്ടാക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ ആ നാവ് പിന്നെ ചലനറ്റൂന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ്. തെറ്റാണ് ശരി, അള്ളാഹു തീരുമാനിക്കട്ടെ, ഞാൻ പറയുന്നില്ല. തെറ്റാണെങ്കിൽ ആ നാവ് പിന്നെ മിണ്ടില്ല എന്ന് പല ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യില്ല. എൻ്റെ വയോവൃദ്ധനായ നിൽക്കാൻ പോലും പറ്റാത്ത കാന്തപുരത്തെ ഈ സമുദായത്തെ വിറ്റ് നിങ്ങൾ കാശുണ്ടാക്കില്ലേ? ഈ സമുദായത്തെ ജാമ്യം കൊടുത്ത് നിങ്ങൾ സമ്പാദിക്കില്ലേ? ഇതിൻ്റെ മുസ്ലിം ലീഗും പറയാനുള്ളത്, നിങ്ങൾ മുസ്ലിം സമുദായത്തെ വിറ്റ് മുസ്ലിം സമുദായത്തെ ജാമ്യം നിർത്തി കാര്യങ്ങൾ നേടല്ലേ? കേവലം 4-1 പോലും മുസ്ലിങ്ങളെ അനുഭാവികളല്ല ലീഗ് അനുഭാവികളല്ല. അവർ മൊത്തം മുസ്ലിങ്ങളെ ഗ്യാരണ്ടി നിർത്തിയല്ലേ ഈ കോൺഗ്രസ് ദക്കപ്പിച്ച വാങ്ങിച്ച് പിന്നെ ആ സമുദായത്തെ നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞത്. ഇത്തവണത്തെ ഇലക്ഷനിൽ ഞാൻ ഇന്നലെ പറഞ്ഞത്, ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സ്ഥാനമാനങ്ങളിൽ സമുദായത്തിൽ കൊടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്ന് ഇന്നലെ താക്കീത് കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗൊക്കെ ചെയ്യുന്നതാണ്. യാതൊരു ആത്മഹത്യ സത്യത്തല്ല, അവരുടെ കാര്യങ്ങൾ മാത്രം സമൂഹത്തിനില്ല. എന്നാലും മഹാരാഷ്ട്രയിലെ അത് 5% പറ്റുള്ളൂ. ആ മുസ്ലിം സഭ എടുത്തു കളഞ്ഞു. ആസാമിലെ BJP മുഖ്യമന്ത്രി എന്താ പറയുന്നത്? ഒരു ലോകത്ത് ഒരു മനുഷ്യനും പറയാത്ത, ഒരു നേതാവും പറയാത്ത കാര്യങ്ങളല്ലേ പറയുന്നത്. തികച്ചും മുഖത്ത് നോക്കി ഒരു ഭരണകൂട ഭീകരം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇന്ത്യയിൽ സുരക്ഷിതമാണ് എന്ന് പറയുമ്പോൾ, എൻ്റെ ഉസ്താദെ, ബീഹാറിൽ 110 വയസ്സുള്ള വൃദ്ധ സ്ത്രീയെ ശ്മശാനത്തിൽ കടത്തിയില്ല. അവിടെ സവർണന്റെ ശ്മശാന റോഡിൽ കത്തിച്ച കാര്യമൊക്കെ അറിയുന്നില്ലേ? കാന്തപുരം അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ പത്രം വായിക്കണം. നിങ്ങളുടെ വാർവല മാത്രം വായിച്ച പോരാ, നിങ്ങൾ ജനറൽ നോളജ് വേണം. നിങ്ങൾ പണ്ടെന്തോ 19-26 വർഷം മുമ്പ് പഠിച്ച എന്തോ അതിൻ്റെ ഒരു ഇഞ്ച് പോലും പുരോഗമനം ചിന്തിക്കുന്നില്ല. ആ 70 വർഷം മുമ്പ് പഠിച്ച അതേ പോളിസി, അതേ ആശയം, അതേ ആദർശം ഇപ്പം മോനും തന്നെ ആവർത്തിക്കുന്നു. മോനും തന്നെ റാമുളിയൊക്കെയാണ്. ശരിയല്ല കേട്ടോ അത്.
നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം. നിങ്ങൾ മുസൽമാനാണെങ്കിൽ പരിശുദ്ധ റമളാൻ തുടങ്ങുകയാണ് നാളെ. റമളാൻ മാസം തലേന്ന് രാത്രി ഞാൻ മൊയ്തീക്ഷ പറയാം. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് മാർഗം വിട്ടു പോകരുത്. ഞാൻ ആ വിഷയത്തിൽ കിടക്കില്ല, നമ്മുടെ വിഷയത്തിൽ കിടക്കാം. നോമ്പിൻ്റെ കാര്യം അറിയാലോ. മനുഷ്യന് രോഗം വരുന്നത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന് അമിതമായി ഭക്ഷണം കഴിക്കുന്നത്, ഒന്ന് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇല്ലാത്തതാണെങ്കിൽ ഒണി നിൽക്കുന്ന മരം നമ്മൾ വെള്ളം കിട്ടി വേഗം വളർന്നു വരും. വെള്ളത്തിൽ മരമാണ് അത് അവിഞ്ഞു പോലെ അത് നശിച്ചു പോകും. അതുപോലെ ഭക്ഷണക്കുറവാണെങ്കിൽ ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്, പക്ഷെ കൂടുതലാണെങ്കിൽ വലിയ പ്രയാസമാണ്. ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു. ഈ ബോറ മുസ്ലിം എന്ന് പറഞ്ഞാൽ ബോറ മുസ്ലിം ഈ സ്ത്രീകളിൽ പുരുഷന്മാരിൽ ചേലാകർമ്മം ഉള്ളതുപോലെ സ്ത്രീകളിലും കന്യക ചർമ്മമുണ്ട്. അത് സ്വല്പം സെക്സൊക്കെ വരുന്നത് ഞാൻ ആ വിഷയമാണല്ലോ. എൻ്റെ മക്കളൊക്കെ കേൾക്കുന്നുണ്ട്, ഞാൻ അതും എൻ്റെ മക്കളൊക്കെ പെൺമക്കളൊക്കെ കേൾക്കുന്നത് ചിലത് ഞാൻ പറഞ്ഞെങ്കിലും ആമുഖമായിട്ട് പറയുന്നത് കന്യാചർമ്മം ചിലർക്ക് പല രീതിയിലാണ്. ചില പെൺകുട്ടികൾക്ക് അത് കട്ടി കൂടുതലാണ്. ആ സമയത്ത് ഈ ആവേശം കൊണ്ട് കല്യാണം കഴിച്ചെന്നൊക്കെ രാത്രി പിള്ളേരല്ലേ ആവേശം കാണിച്ചാൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാകും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അത് കട്ടിയുള്ള ഒരു ചർമ്മമാണെങ്കിൽ അതിനെ ശാന്തമായ രീതിയിൽ സാവധാനത്തിൽ അത് ഈ മുസ്ലിങ്ങൾ ആൺകുട്ടികൾ ചേലാപം ചെയ്യുമ്പോൾ ആ ഒരു ഇങ്ങനെ സൂക്ഷ്മത കൂടി മയക്കി അല്ലെങ്കിൽ പിന്നെ അവിടെ ഭാഗത്ത് മരവിപ്പിച്ച് അതെടുത്ത് ഒരാഴ്ച പിന്നെ അനങ്ങാൻ പറ്റില്ല, റെസ്റ്റാണ്. അതിനാണ് കല്യാണം കഴിച്ചു. അതില്ലാതെ കല്യാണം കഴിച്ച സ്ത്രീകൾക്ക് ഇത് പൊട്ടി ബ്ലഡൊക്കെ വന്നാൽ പിന്നെ ഒരാഴ്ച അവർക്ക് അനങ്ങാൻ പറ്റില്ല. അങ്ങനെ പണ്ട് കാലത്തൊരു ആചാരം ബോരി മുസ്ലിങ്ങളുടെ ബഹ്റ മുസ്ലിങ്ങളുടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ മാറി. ഇപ്പം പിള്ളേർക്ക് എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പം നമ്മളെക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ ഇളം തലമുറക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. ചാനലൊക്കെ അങ്ങനെയാണല്ലോ. അത് 2018 ഒരു ഹിന്ദു സ്ത്രീ അത് സ്ത്രീകളുടെ കാണുന്ന ബുദ്ധിമുട്ടാണ്, അവരുടെ വികാരത്തെ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താൻ നിരോധിക്കാൻ കോടതി ഏതാണ് അനുകൂലം പറ്റി കേന്ദ്ര ഗവൺമെൻറ് അഭിപ്രായം ചോദിച്ചു. കേന്ദ്ര ഗവൺമെൻറ് അഭിപ്രായം ചോദിച്ചോ, കേന്ദ്ര ഗവൺമെൻറ് അത് ശരി അത് നിർത്തിക്കോ എന്നുള്ള അനുകൂലം. അത് കഴിഞ്ഞ് പിന്നെ മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ഈ ബോറ മുസ്ലിമിൻ്റെ ഒരു ആത്മീയ നേതാവാണ്, പേരൊക്കെ പറഞ്ഞ് യാതൊന്നും പറയില്ല, ഒരു ആത്മീയത. അദ്ദേഹം കണ്ട് പ്രധാനമന്ത്രി കണ്ട് തിരിച്ചു പോന്നപ്പോൾ ഇപ്പോൾ കോടതി പറയുന്നത് അത് അങ്ങനെ തുറന്ന് പൊയ്ക്കോട്ടെ എന്നുള്ളത്. അപ്പം ഇതൊക്കെയാണ് അവരുടെ തീരുമാനം. നിയമമൊക്കെ അവർ അനുകൂലമാണ്, അവർക്ക് സപ്പോർട്ട് ചെയ്യണം. എന്ത് തീ വെട്ടുകളും ചെയ്തത് കുഴപ്പമില്ല. അവർക്ക് എതിരാണ് എന്ത് നന്മ ചെയ്താലും സംഭവിക്കില്ല. അത് അവരെ തികച്ചും അവർ ഭരണം മാത്രമാണ് BJP ലക്ഷ്യം. അതിനുവേണ്ടി എന്തു ചെയ്യും, അത് കുഴപ്പമില്ല. അങ്ങനെ വരുമ്പോൾ മനുഷ്യ ശരീരത്തിൽ വ്യായാമം വേണം, വിശ്രമം വേണം. ഇപ്പം ഞാൻ ഈ എറണാകുളത്ത് താമസിക്കും, എൻ്റെ വീട് ചെമ്പ്രയ്ക്കാണ്. അപ്പം ഞാൻ സ്റ്റേഡിയത്തിൽ ഒരു വർഷമായിട്ടൊക്കെ രാവിലെ പോകും, പിന്നെ ജിമ്മിലൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ ഇത് കാണുമ്പോൾ ആ ഡ്രസ്സ് ഹാഫ് ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് ഒരാൾ വന്ന് നാട്ടിൽ ചെന്നിട്ട് എൻ്റെ വീട്ടിലൊരു പറഞ്ഞത്, ഓ സ്റ്റേഡിയത്തിൽ കൂടി കവാത്തെടുത്ത് ഏർപ്പെട്ടെന്ന് പറയും. അവിടെ എൻ്റെ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ അതൊരു അവർക്ക് സപ്പോർട്ട് കിട്ടാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട് ആ മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ എന്തുകൊട്ടെ. അപ്പോൾ അങ്ങനെ മനുഷ്യന് ആവശ്യമാണ്, മസ്റ്റാണ്. ഇസ്ലാം പറയുന്നത് നിർബന്ധമാണ് വ്യായാമവും വിശ്രമവും, നിർബന്ധമാണ്. മനുഷ്യ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. 1000 കോടി 2000 കോടി വിലയുള്ള വിമാനം നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ നിർത്താം, വീണ്ടും സ്വിച്ച് ഓൺ ചെയ്താൽ ഓണാക്കാം. മനുഷ്യരീയത്തില്ല. മനുഷ്യര് ഒരു പ്രാവശ്യം ഓഫായി കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ഓഫാണ്. അതിനാണ് മരണം തോന്നുന്നത്. ബസ് കാറൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഓഫ് ചെയ്യുന്നില്ലേ? അതുപോലെ മനുഷ്യർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ശരി, 2 ദിവസത്തേക്ക് ഓഫ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ 2 ദിവസം ഞാനിവിടെ എൻ്റെ ബന്ധുവീട്ടിൽ പോണ്, അപ്പോൾ അമ്മ സുഖം എടുക്കണം, അപ്പോൾ പ്രായമുള്ള സ്ത്രീയല്ലേ, അവർ സ്വിച്ചോടെ ഓഫ് ചെയ്ത് വയ്ക്കുക, വന്നിട്ട് ഓൺ ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ വിശ്രമം മസ്റ്റാണ്, വ്യായാമം മസ്റ്റാണ്. അതൊരു സമുദായമാകുമ്പോൾ അതിന് ആചാരം എന്ന് പറയും. ആചാരം എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരാൾക്കുകളാണ് എന്തും ആകാം. ആചാരമാകുമ്പോൾ അതിന് ചില ക്രമീകരണങ്ങൾ വേണം. പണ്ട് എന്നോട് ഒരാൾ ചോദിച്ചു, 2 കാര്യം ചോദിച്ചു. ഒന്ന്, പൊന്നിഷ നിങ്ങൾ ഈ പെരുന്നാൾ പല ദിവസം വരുന്നത്, ഞങ്ങൾ ക്രിസ്മസ് കണ്ടില്ല, ഡിസംബർ 25-ാം തീയതി എന്നാൽ ലോകത്തൊറ്റ ദിവസം. ഓ ശരിയല്ലേ. മറ്റൊന്ന് ചോദിച്ചാണ്, ഞങ്ങൾക്ക് പിന്നെ സാമൂഹ്യ പരിഷ്കർത്താവുണ്ട്, അയ്യങ്കാളിയൊക്കെ ഉണ്ടായി, നിങ്ങൾക്കതൊരു സാമൂഹ്യ പരിഷ്കർത്താവ് ഇല്ലാത്ത. 2 ചോദ്യങ്ങൾ ലളിതമായി ഉത്തരം പറഞ്ഞാൽ വിഷയത്തിൽ കിടക്കാം. ഒന്ന്, പ്രവാചകനാണ് ഞങ്ങളുടെ അള്ളാഹു കഴിഞ്ഞ അടുത്ത് ഞങ്ങളുടെ മാതൃകാ പുരുഷൻ. അദ്ദേഹം തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. എന്താണ് പരിഷ്കർത്താവ് എന്നുള്ളത്?
വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് മാത്രമല്ല, അയൽവക്കം പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ആഹാരം കഴിക്കുന്നത് എൻ്റെ സമുദായത്തിൽപ്പെട്ടതല്ല. അധ്വാനിക്കുന്ന വിയർപ്പ് കണങ്ങൾ ഉണ്ടാകും, ശരീരം അധ്വാനിക്കുമോ, ആ വിയർപ്പ് കണകൾ വിയർപ്പ് പറ്റുന്നതിന് അല്പം സമയം പിടിക്കും. ആ പറ്റുന്ന അത് ഉണങ്ങിപ്പോകുന്ന മുമ്പായിട്ട്, പറ്റുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പ്രതിഫലം കൊടുത്തോളൂ. കമ്മ്യൂണിസം വന്ന് പണിയെടുത്താൽ കൂലി കൊടുക്കുന്നുള്ളൂ, അപ്പം തന്നെ കൊടുക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞാൽ ആ വിയർപ്പ് കണങ്ങൾ പറ്റാൻ ഉണങ്ങാൻ എത്ര സമയം പിടിക്കുമോ അതിന് മുൻപ് നിങ്ങൾ പ്രതിഫലം കൊടുത്തോളാം. മനസ്സിലായി? നിങ്ങൾ അയൽവക്കത്തെ വീട്ടിൽ പേരമരമുണ്ട്, ആ പേരമരത്തിൽ കൊമ്പ് നമ്മുടെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. അപ്പോൾ കൊമ്പുണ്ടെങ്കിൽ ഇലയുണ്ടാവും, ഇലയുണ്ടെങ്കിൽ കരിയിലയാവും. കരി നമ്മുടെ പറമ്പിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, അതെടുത്ത് അവന് വേണ്ടി അപ്പുറത്തെ പറമ്പിലേക്ക് കിട്ടും, അല്ലെങ്കിൽ അവൻ്റെ അനുവാദം വാങ്ങിക്കൊണ്ട് ഉപയോഗിക്കാൻ. ഇന്നിപ്പോൾ പതിമാതി കൊമ്പ് ചാച്ചു പിടിച്ച് പേരെ കൂടി പറിച്ചെടുക്കല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സാമൂഹ്യ പരിഷ്കരണം എന്നുണ്ട്. അങ്ങനെ സാമൂഹ്യ പരിഷ്കരണം ഉള്ള ഒരു പ്രവാചകന്റെ കീഴിൽ വരുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേക സാമൂഹ്യ പരിഷ്കർത്താവ് വേണ്ട. അപ്പോൾ ക്രിസ്തുവിനെ കുറ്റം പറയുമ്പോൾ അധ്വാനിക്കുന്നതും ഭാരം ചൂക്കുന്നതും എൻ്റെ അടുത്ത് വരും എന്നൊക്കെ പറയുമ്പോൾ അതൊരു സാമൂഹ്യ നീതിയും സോഷ്യലിസം ഒക്കെ ഉണ്ടല്ല. അദ്ദേഹം അതൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, സംശയമില്ല. അതാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ സാമൂഹ്യ പരിഷ്കർത്താവ് ഒന്നല്ല. പക്ഷെ ഈഴ വിഭാഗത്തിൽ, ദളിത് വിഭാഗത്തിലേക്ക് എന്താണ്, റോഡ് നടക്കാൻ പാടില്ല, വിദ്യ അഭ്യസിക്കാൻ പാടില്ല, കൂലി പണിയെടുക്കാൻ പാടില്ല, പണിയെടുത്ത കൂലി ചോദിക്കാൻ പാടില്ല. പിന്നെ വേറെ സിസ്റ്റമാണെന്ന് പറയും, സവർണർക്ക് വെറുതെ പണിയെടുത്ത് കൊടുക്കണം, വെറുതെ പണിയെടുത്ത് കൊടുക്കണം. സോറി, അതിനൊരു പേരുണ്ട്, ഊഴിയം. ഊഴിയം എന്നൊരു പദം തന്നെ ഉണ്ട്. അതിൽ ഇവിടുത്തെ സവർണന്, കേരളത്തിൽക്കാരെ സവർണന്, പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങളൊക്കെ, ന്യൂനപക്ഷമല്ല പിന്നോക്ക ദളിത് പോലെ കൂലിയില്ലാതെ പണിയെടുത്തു കൊടുക്കണം. ഒരു നിയമം പോലെ ഉണ്ടാക്കിയ അങ്ങനെയുള്ള കാലത്ത് സാമൂഹ്യ പരിഷ്കരണം ആവശ്യമാണ്, അതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ രണ്ട് കാര്യം പറഞ്ഞല്ലോ, ചുരുക്കി പറയാണ്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻസ് 25 തീയതി നടക്കുമ്പോൾ മുസ്ലിങ്ങളത് മാറ്റുന്നത്? അവിടെ ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ എ ഡേ ആണ്, ഒരു ദിവസമാണ്. ലോകത്തെ എല്ലാ സ്ഥലവും ഒരു ദിവസമാണ്, ഒരു വിഷയം അതിലില്ല. പക്ഷെ നോമ്പ് ഇത് ഒരു മാസമാണ്. ഒരു മാസം എങ്ങനെ വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു മാസമാകുമ്പോൾ അതുകൊണ്ടാണ് അവരെന്ത് വെച്ചാൽ ലൂണാർ കലണ്ടറുണ്ട്, സോളാർ കലണ്ടറുണ്ട്. സോളാർ നിങ്ങൾക്കെല്ലാം അറിയാം, സൂര്യനെ ആസ്പദമാക്കിയ രീതിയിലാണ് ക്രിസ്തുമസ് കൊണ്ടാടുന്നത്. പക്ഷെ മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന നോമ്പാഘോഷം സോളാറല്ല, ലൂണാറാണ്. ലൂണാറിന് ചന്ദ്രപക്കമാണ്. അത് മാറി വരും. കാരണം മലയാള വർഷം ഇംഗ്ലീഷ് വർഷമൊക്കെ ഇടയിട്ട് 10-12 ദിവസം വ്യത്യാസമുണ്ട്. അതിങ്ങനെ ആ 12 ദിവസം മാറി മാറി വരുന്നതുകൊണ്ട് എല്ലാ കാലാവസ്ഥയിലും അറബി മാസത്തിൽ നോമ്പ് വരും. അപ്പം മനസ്സിലായില്ലേ? ലൂണാർ കലണ്ടർ സിസ്റ്റം മാറി മാറി വരും. എന്താണ് ഈ മാറി മാറി വരണമെന്ന് പറഞ്ഞത്? ചില രാജ്യങ്ങളിൽ 21.25 മണിക്കൂർ പകലാണ്, അപൂർവ രാജ്യമുള്ളൂ, ഫിൻലാൻഡ് പോലെ ആള്. ചില രാജ്യങ്ങളിൽ 21.25 രാത്രിയുണ്ട്. അപ്പോൾ ഈ സ്ഥിരമായിട്ട് വരികയാണെങ്കിൽ ഈ 21.25 ദിവസം പകലുള്ളവർക്ക് നോമ്പ് പിടിക്കാതെ എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും. അത് 21.25 ദിവസം രാത്രിയാണല്ലോ, അവന് 1.25 മണിക്കൂർ നോമ്പ് പിടിച്ചാൽ മതി. മറ്റൊരു 21.25 മണിക്കൂർ നോമ്പ്. രണ്ടും നീതിയാണോ? ദൈവം എന്ന് പറഞ്ഞാൽ നീതിമാനാണ്, ജഡ്ജിയാണ്, നീതിമാനാണ്. ദൈവത്തിന് എല്ലാവരും ഒരുപോലെ കാണണ്ടേ? അള്ളാഹുവിനെ സംബന്ധിച്ച്, സൃഷ്ടാവിനെ സംബന്ധിച്ച് അവർ യാതൊരു പാർഷ്വാലിറ്റിയില്ല, പക്ഷഭേദമില്ല. അവിടെ കറുത്തവെന്ന് വെളുത്തവൊന്നുമില്ല എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീതിമാനാണ്. അതാണ് ഈ ലൂണാറിന് അടിസ്ഥാനമാക്കി. ഈ ചന്ദ്രപക്കത്തിൽ എന്താണ് ചന്ദ്രൻ്റെ ആസ്പദം? നമ്മുടെ ക്ലോക്ക് ഉണ്ടോ, ടൈം പീസ് ഉണ്ടോ, വാട്സപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ മൊബൈലുണ്ടോ? ഒന്നുമില്ലല്ലോ. അന്നും നമസ്കരിക്കുന്നത് നമ്മൾ നിൽക്കുമ്പോൾ നിഴലിനെ അടിസ്ഥാനമാക്കിയാണ് പണ്ട് കാലത്ത് നമസ്കാരം കണ്ടുപിടിച്ചേക്കാം. അങ്ങനെ ഒരു മാറ്റം വന്നു. അപ്പം എന്ത് ചെയ്ത്? സൂര്യനെ പറ്റില്ലല്ലോ. സൂര്യന് രാവിലെ ചന്ദ്രനെ എടുക്കണം. ചന്ദ്രനെ കാണുന്നതുകൊണ്ട് അപ്പോൾ ഒരു ചന്ദ്രനെ കാണുന്ന ഒരു ദിവസം ഇത് തുടങ്ങിയാൽ അടുത്ത ചന്ദ്രനെ കാണാതെ വരുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ചന്ദ്രന് വരുന്ന ദിവസം വരും. ഒരു ചന്ദ്രമാസം എന്ന് പറയും. അവിടെ 28, 29, 30 വിട്ട് പോകുന്ന പ്രശ്നമില്ല. അപ്പോൾ 28-ന് 30 എടുക്കാൻ നോമ്പ് വരുത്.
അതുകൊണ്ടാണ് നമ്മൾ അത് മാസം ചന്ദ്രമാസം വച്ച് മറ്റ് രീതിയിൽ ആക്കിയതൊക്കെ. നിങ്ങൾ മനസ്സിലായില്ലേ? ഇനി വ്യായാമവും വിശ്രമവും നമ്മുടെ ശരീരം, നാം ഉറങ്ങുമ്പോഴും നമ്മുടെ ഹൃദയം നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ നമ്മൾ ഭക്ഷണം അത്താഴം കഴിച്ച് കിടന്നിട്ടും അതും നമ്മൾ ഉറങ്ങുമ്പോഴും ആ ഭക്ഷണം ദഹിക്കാനുള്ള സംവിധാനം നമ്മുടെ ശരീരം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ 24 മണിക്കൂറും നമ്മുടെ യന്ത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 24 മണിക്കൂർ യന്ത്രം വർക്ക് ചെയ്ത് നമുക്കറിയാലോ, ഒരു ബസ്, ഒരു വിമാനം, ഒരു കാറ് തുടർച്ചയായിട്ട് ഓടിക്കൊണ്ടിരിക്കുമോ. ഒരു 5, 6, 10, 12 മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ നിർത്തും, വിശ്രമിക്കും, കുറച്ച് നേരം കഴിഞ്ഞാൽ പോവുള്ളൂ. പഴയ അംബാസഡർക്കാരൊക്കെ 100 കിലോമീറ്റർ ഓടും, അവൻ തന്നെ ചൂടായി, എഞ്ചിൻ ചൂടായി നിന്നു പോകും. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോഴത്തെ കാറിൽ 24 മണിക്കൂർ ഓടിയാലൊന്നും അറിയില്ല. അതാണല്ലോ ഈ അപകടം ഉണ്ടാകുന്നതൊക്കെ, ചൂട് പിടിച്ച് കത്തുക്കുന്നതൊക്കെ അറിയില്ല, നമ്മളറിയില്ല, AC അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ മനുഷ്യ ശരീരത്തിന്, ആ അവയവങ്ങൾക്ക് ഒരു വിശ്രമം ആവശ്യമാണ്. ഇന്ധനം ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വിശ്രമം ആവശ്യമാണെങ്കിൽ എങ്ങനെ, എവിടെ ആവശ്യമാണ്? അതൊരു നിശ്ചിത സമയം പറഞ്ഞ്, ആചാരമാണല്ലോ. ആചാരം എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഉള്ളതാണ്, ഒരാൾക്ക് മാത്രമല്ല, എല്ലാ പ്രദേശമുള്ളതാണ്, എല്ലാ കാലങ്ങളിലുള്ളതാണ്, ലോകാവസാനം വരെ ഉള്ളതാണ്, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കുള്ളതാണ്, എല്ലാ കാലത്തിലുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒരു ദിവസം നിശ്ചയിച്ചു. ആ ദിവസം എന്താണ്? അപ്പം നിലാവ് കാണുന്നത്, നോമ്പ് പിടിക്കുന്നത് ഒരു നിലാവ് കാണുന്ന അന്ന് മുതൽ നോമ്പ് അസ്തമിക്കുന്നതും മറ്റു നിലാവ് കാണുന്ന വരെയുള്ള സമയം കൊണ്ട്. എന്നാൽ നോമ്പ് തുറക്കുന്നതോ പിടിക്കുന്നതോ, പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് സൂര്യോദയത്തിന് മുൻപ്. സൂര്യോദയത്തിന് ഏതൊരു മണിക്കൂർ മുമ്പാണ് നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ. അതിന് നോമ്പ് പിടിക്കുള്ളതാണ്. 4 മണിയൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത് തുറക്കുന്നതോ അസ്തമിക്കുമ്പോൾ, സൂര്യ അസ്തമിക്കുമ്പോൾ. അപ്പോൾ അതൊരു ആചാരം വന്നു. ലോകത്തെല്ലാം കാണാമല്ലോ സൂര്യനും ചന്ദ്രനും, ആചാരം വന്നു. ഇനി ഇത് എത്ര ദിവസമാണ് ഈ വ്യായാമം വേണ്ടത്, അല്ലെങ്കിൽ ഈ വിശ്രമം വേണ്ടത് എന്നും വായിക്കാൻ പറ്റുമോ? നമ്മൾ 12 മാസം എന്നുള്ള ഏതാണ്ട് ലോകമുള്ള കാലം ഉള്ളതാണ് എനിക്ക്. അതിലൊരു മാസം അതാണ് അവധി. ആ ഒരു മാസമായി തിരിക്കുക എളുപ്പമുണ്ട്. കാരണം ഒരു ചന്ദ്രനെ കാണുന്ന ദിവസം കഴിഞ്ഞ് അടുത്ത ചന്ദ്രനെ കാണുമ്പോഴുള്ള ദിവസം, അങ്ങനെ എടുക്കുമ്പോഴാണ് ഒരു മാസം വരുന്നത്. അതാണ് ഇപ്പോൾ 28 അല്ലെങ്കിൽ 30 ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആചാരമായി, വിശ്രമമായി, വ്യായാമമായി ശരീരത്തിന് ഒരു ഇതായി. ഇനി മറ്റൊന്ന്, ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കൊണ്ട് നമ്മുടെ ശരീരം നോക്കാതെ അടിച്ചുകൊണ്ട് കയറ്റും. പക്ഷേ എന്തിനാണ് ഈ നോമ്പ് വെച്ചിട്ട് മറ്റൊരു പ്രധാന വശം കൂടിയുണ്ട്. ആ പ്രധാന വശം നമുക്ക് കേൾക്കണം. ബുദ്ധിയുള്ള സുഹൃത്തുക്കളെ, ചിന്തകന്മാരെ പറയണം. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം, ഇപ്പോൾ കുഞ്ഞ് പ്രസവിച്ച്, സമ്പന്നൻ്റെ കുഞ്ഞ് പ്രസവിച്ച് നേഴ്സിലാക്കി, 10 കഴിഞ്ഞ്, +2 കഴിഞ്ഞ്, പിന്നെ ഡിഗ്രി എടുത്ത്, IAS എടുത്ത്, അത് ഡോക്ടറായി, ഇങ്ങനെ ഉന്നത നിലയിൽ വന്നിങ്ങനെ പോകുമ്പോൾ അവൻ ദാരിദ്ര്യ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടില്ല, വിശപ്പ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കളക്ടറോട്, അല്ലെങ്കിൽ ഡോക്ടറോട്, അല്ലെങ്കിൽ ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരോട് പാവപ്പെട്ട് എന്ന് പറയണം, സാറേ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, പച്ച മരുന്നാണോ അങ്ങാടി മരുന്നാണോ അറിയാൻ പറ്റുമോ? സമ്പന്നന്മാർക്ക് വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പട്ടിണി എടുത്തില്ലല്ലോ. അപ്പോൾ വിശപ്പിൻ്റെ വില അറിയണമെങ്കിൽ അത് അനുഭവിച്ചറിയണം. വിശപ്പിൻ്റെ വില എങ്ങനെ അനുഭവിച്ചറിയും? നിങ്ങൾ വിശന്നിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വിശപ്പ് എന്നറിയുള്ളൂ. അതറിയാലോ. ഏതാണ്ട് ഈ നോമ്പ് പിടിച്ച് രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതെ ആചാരമായിട്ട് വെള്ളം പോലും ഇറക്കാൻ പാടില്ല. ഉമിനീരായിട്ട് ഇറക്കാം, പക്ഷെ ഉമിനീര് കൂട്ടി വെച്ച് തുപ്പുമായി ഇറക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒലക്ക് വീണ്ടും ചത്തക്കൂടി ചാറ് കൂട്ടാം, ഇടക്കിടക്ക് കഷ്ണം കൂട്ടാൻ പോലെ എന്തെങ്കിലും ചെറിയ എളു കൊടുത്താൽ പിന്നെ പല പല രീതിയിലാവും. അത് തുപ്പലം കൂട്ടി വെച്ച് വെള്ളം പോലെയാക്കി ദാഹം കൊടുക്കുക, അല്ലെങ്കിൽ ഇടയ്ക്ക് വെള്ളം ഇറക്കാക്കുക. അതാണ് അങ്ങനെ ചെയ്യുന്നത്. വേറൊരു കാര്യം പറയുന്നില്ല, അത് എത്രമാത്രം പുറത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഓർത്തഡോക്സ് മുസ്ലിം സമുദായ ചില വിഭാഗങ്ങൾ ഇപ്പം എന്താണ്, നമ്മൾ ബാത്റൂമിൽ അപ്പിയിടാൻ പോകുമ്പോൾ ഈ അപ്പിയുടെ ഒരു കഷ്ണം ഇറങ്ങിപ്പോയിട്ട് പോകാൻ തിരിച്ച് കയറി വരുന്നുണ്ട്. അതുണ്ടാകണം. അങ്ങനെ കയറി വരുന്ന നോമ്പൂറിന്നൊക്കെ വായിച്ചാൽ ഓർക്കണ്ടേ, ചിരിവട്ടിക്കല്ലേ, ആവശ്യം വിട്ടോളെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ആചാരമായി ഈ വിശപ്പിന് വിലയറിയും. അപ്പം നമുക്ക് എന്താണ്, ഒരു പാവപ്പെട്ടം വന്ന് ഒരു കളക്ടറെടുത്ത് പറയുമ്പോൾ സാറേ എനിക്ക് വിശക്കുന്നു അല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതാണ് വിശപ്പ്. അപ്പം വിശപ്പറിയാനുള്ളൊരു കാര്യം കൂടിയാണത്. വിശപ്പിന് വിലയറിയാൻ, വില അറിയാൻ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് പിടിക്കുമോ? ഇല്ല. ആചാരം ഉണ്ടായതുകൊണ്ടാണ്. അതിനർത്ഥം നമസ്കരിക്കാൻ പറഞ്ഞു.
എന്താണ്? ഏറ്റവും വലിയ വ്യായാമമാണ് ഇസ്ലാമിലെ ആചാരം എന്ന് പറഞ്ഞാൽ നമസ്കാര രീതി. അത്രയും മനുഷ്യ ശരീരത്തെ ലളിതമായ രീതിയിൽ വ്യായാമം ചെയ്യാവുന്ന ഒരു മുറയും ഇത് ഒരു ആധുനിക ശാസ്ത്രം കണ്ടിട്ടില്ല, ഒരു യോഗയും കണ്ടിട്ടില്ല, ഒരു ജിമ്മും ഒന്നും കണ്ടിട്ടില്ല. ഡോക്ടേഴ്സും സയൻറ്റിസ്റ്റുകളും പറയുന്നത് ഇത്രയും മനുഷ്യ ശരീരത്തെ നമുക്ക് ഒതുക്കി വളച്ച് മറിച്ച് തിരിച്ചെടുക്കാവുന്ന ഒരു സംസ്കാരം, ഒരു രീതി, ഒരു രൂപം നമസ്കാരം മാത്രമാണ്. അപ്പോൾ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും മനുഷ്യ ശരീരം നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം പോരാ, വ്യായാമം കുറച്ചുകൂടി കൂടുതൽ വേണം. അവധി സമയത്ത് പറയാണ് നിങ്ങൾ നമസ്കരിക്കും, നിങ്ങൾക്ക് നല്ലതാണ് എന്ന്, ശരീരം നല്ലതാണ് എന്ന് പറഞ്ഞാൽ അധികം പേരും നമസ്കരിക്കുന്നില്ല. അപ്പം എന്താ, എനിക്ക് വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടിയെന്ന് പറയുമ്പോൾ അവൻ നോമ്പ് പിടിക്കും, നമസ്കാരം ചെയ്യും, ധർമ്മങ്ങളൊക്കെ കൊടുക്കും. അല്ല പടച്ചോൻ എന്തിനാണ് പള്ളി പണിത് പടച്ചോൻ കിട്ട ആവശ്യമുണ്ടോ? അല്ല ജക്കാത്ത് കൊടുത്ത് പടച്ചോന് ആവശ്യമുണ്ടോ? കന്നാലി അറുത്ത് കൊടുത്ത് ധർമ്മം ആവശ്യമില്ല, പടച്ചൊന്നും ആവശ്യമില്ല. അതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ അത് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചെയ്തില്ലായിരിക്കും, അവിടെ എനിക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു രീതി വന്നപ്പോഴാണ് നമസ്കാരം വന്ന്, നോമ്പ് വന്ന്, ഹജ്ജ് വന്ന്, പലതും വന്ന്, ആ നോമ്പിൻ്റെ രീതി വന്ന്, നോമ്പിൻ്റെ ഫലം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാമെന്നുണ്ട് ഹജ്ജിൻ്റെ അവസാനം, അല്ലെങ്കിൽ നോമ്പിൻ്റെ അവസാനം. എന്താ കാരണം? ആ ദിവസമെങ്കിലും ദരിദ്ര ലോകത്ത് അന്നുണ്ടല്ലോ, ആ ദിവസമെങ്കിലും ഒരു മനുഷ്യൻ പോലും, പ്രത്യേകിച്ച് ആ സമുദായത്തിൽപ്പെട്ടെങ്കിലും പട്ടിണി കിടക്കരുത് എന്നുള്ള ആശയമാണ്. അതാണ് ഈ ഫിത്ർ സക്കാത്ത്. നോമ്പിൻ്റെ അവസാനം ഒരാൾക്ക് 2.5 കിലോ അടിച്ച് ഏതാണ്ട് ധാന്യം കൊടുക്കും, നിർബന്ധമാണ്. അതുപോലെ വലിയ പെരുന്നാൾ അറുത്ത് കൊടുക്കാതുള്ളൂ. ഇപ്പോൾ പോത്തിനറുത്ത് കാളയറുത്തൊന്നും അള്ളാഹുവിൻ്റെ ആവശ്യമില്ല. ആ ദിവസമെങ്കിലും മനുഷ്യൻ പട്ടിണി വിശന്നിരിക്കരുത്. ഇന്നിപ്പോൾ എൻ്റെ ആവശ്യമില്ല, ഇന്നിപ്പോൾ അങ്ങനെ പട്ടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രീതിയൊന്നും അങ്ങനെ ഇല്ല. കാര്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും. അപ്പം അന്നതൊക്കെ, അതായത് അങ്ങനെയുള്ള ശാസ്ത്രീയമായിട്ടും മാനസികമായിട്ടും ബാഹ്യമായിട്ടും അല്ലെങ്കിൽ ഭൗതികമായിട്ടും ഉള്ള കാര്യം ഞാനീ പറഞ്ഞത്. ആത്മീയത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, അത് മൗലവിമാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ട് അത് നിങ്ങൾ അതിൽ വിശ്വസിക്കുക. ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞത്. ഇത്തരണത്തിൽ നോമ്പ് എന്നുള്ളത് സാധാരണ എല്ലാവർക്കും നല്ല കാര്യമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ അള്ളാഹു അങ്ങോട്ട് നമുക്ക് ആവശ്യത്തിൽ കവിഞ്ഞ് അള്ളാഹുവിനെ ചൂഷണം ചെയ്യാന്ന് പറഞ്ഞൊരു കഥ പറയാറില്ല. ചൂഷണം ചെയ്യാൻ തെറ്റാതിരിക്കരുത്. അമിതമായ ചെറിയ മുടക്കണം, കൂടുതൽ ലാഭം എടുക്കാൻ പറ്റില്ല. അള്ളാഹുവിനെ ചൂഷണം ചെയ്യാതെ എന്താണ്? നോമ്പ് കാലത്ത് നമ്മൾ പരമാവധി ഇബാദത്ത് ചെയ്യും, പരമാവധി ധർമ്മം കൊടുത്ത് നോമ്പ് കാലത്ത് കൊടുത്ത് അള്ളാഹുവിൽ നിന്ന് കൂടുതൽ പ്രതിഫലം പറ്റാന്നുള്ള. അല്ല, ചൂഷണ വാക്കിന് പല അർത്ഥമുണ്ട്. ആ സാഹചര്യം അങ്ങനെയല്ല. നിങ്ങൾ ആരോഗ്യവാനാണ്, നിങ്ങൾ മറ്റു തടസ്സമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. രോഗിയായ ഒരു മനുഷ്യൻ, പട്ടിണി എടുക്കുന്ന മനുഷ്യൻ, അതൊക്കെ എന്തിനു നോമ്പ് പിടിക്കുന്നു? അവർ ആ ശരീരത്തിന് ഒന്നുമില്ല, അവന് പട്ടിണി എടുത്ത് എന്താ കാര്യമുള്ളേ? അപ്പോൾ അങ്ങനെ പറയുന്നത് അങ്ങനെയുള്ള ഒരു ഉദ്ദേശം ആയിരിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. സമ്പന്നതയിൽ കഴിയുന്ന ആരോഗ്യമുള്ള ഭക്ഷണപ്രിയരായ ആൾക്കാർക്കൊക്കെ ആണ് ഇത് ഒരു മാസം ഇങ്ങനെ പറയുന്നത്. അല്ല, രോഗിയെ കിടക്കുന്നവർക്ക്, രോഗികൾക്ക് അങ്ങനെയുള്ള അതൊക്കെ അതിൻ്റെ ആത്മീയ വശമാണ്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് നിങ്ങൾ കേൾക്ക്. ഞാൻ അത്രയും അത് ആധികാരികം പഠിച്ചിട്ടില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ എൻ്റെ വാക്ക് നിർത്താണ്. ഞാൻ പറഞ്ഞില്ല, ഭാഗത ഉണ്ടാക്കുക. ഞാനൊരു ആത്മീയ നേതാവുമല്ലോ, ആത്മീയമായിട്ട് അറിവുള്ള ആളുമില്ല കാര്യമായിട്ട് ചില കാര്യങ്ങൾ കേട്ടറിഞ്ഞുകൊണ്ടും അത് നമ്മുടെ അറിവ് ബുദ്ധിയുടെ ശക്തി അനുസരിച്ചും മനസ്സിലാക്കി അതങ്ങോട്ട് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇക്കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും തെറ്റിന് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.